നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ വോട്ടർ പട്ടിക പരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം പുതിയതായിട്ട് ഒരു എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തേണ്ടതായിട്ടുണ്ട്. എല്ലാ വീടുകളിലും അതാത് ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് BLOs എത്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, എന്തൊക്കെ ഡാറ്റാസാണ് അതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനായിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. എന്യൂമറേഷൻ ഫോമിന്റെ ഏറ്റവും മുകളിൽ ഇടതുഭാഗത്തായിട്ട് നമ്മുടെ പേര്, വോട്ടറുടെ പേര് ഉണ്ടാവും, നമ്മുടെ എപിക് നമ്പർ, ഇലക്ഷൻ ഫോട്ടോ ഐഡന്റിറ്റി നമ്പറൊക്കെ ഇതിൽ എക്സാക്ട് കറക്റ്റ്, നമ്മുടെ അഡ്രസ്സ് ഒക്കെ കറക്റ്റാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് ഭാഗത്തായിട്ടുള്ളത്. അതിന് നമ്മുടെ ക്രമ നമ്പർ ഉണ്ടാവും. നമ്മുടെ ക്രമ നമ്പർ നമ്മളെവിടെയാണ് നമ്മൾക്ക് പിന്നെ വോട്ടുള്ളത്, അപ്പം നിയമസഭാ മണ്ഡലം, പാർലമെന്റ് ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ഫസ്റ്റ് ഏറ്റവും മുകളിലുള്ള കോളത്തിൽ കാണാം. അതിനുശേഷം നമുക്ക് ഫോട്ടോ, നിലവിലെ ഫോട്ടോ നമ്മുടെ ഇതിൽ കാണാം. അതിനുശേഷം നമുക്ക് പുതിയതായിട്ട് ഫോട്ടോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ, നമ്മുടെ പുതിയ ലേറ്റസ്റ്റ് ആയ ഫോട്ടോ ഇതിൽ പതിപ്പിക്കാവുന്നതാണ്. നിലവിലെ ഫോട്ടോ പതിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ കറണ്ട് ഇപ്പോഴുള്ള നമുക്ക് ഫോട്ടോ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഫില്ല് ചെയ്യാനുള്ളതാണ് ജനനതീയതി ഫില്ല് ചെയ്യണം. നമ്മുടെ ആധാറിലുള്ള പോലെ തന്നെ ഫില്ല് ചെയ്യുക. അതായത് തൊട്ട് താഴെ ആധാർ നമ്പർ നമുക്ക് ഓപ്ഷനിലാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. എല്ലാവരും ഫില്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ നിന്നും ഡാറ്റ പെട്ടെന്ന് അവർക്ക് ഫെച്ച് ചെയ്യാൻ സാധിക്കും. മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ ID-യിലൊക്കെ നമ്മൾ നേരത്തെ മുൻപ് കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ താഴെ രക്ഷിതാവിൻ്റെ പേര്, ഒന്നുകിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ആരുടെയും പേര് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ പിതാവിൻ്റെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് കൊടുക്കാം. അവൈലബിൾ ആണെങ്കിൽ കൊടുക്കുക, അതർവൈസ് നമുക്കത് നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അമ്മയുടെ പേര് കൊടുക്കാനുള്ള സ്ഥലമാണ്. മാതാവിൻ്റെ എപിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും കൊടുക്കാം. തൊട്ട് താഴെ പങ്കാളിയുടെ പേര് നമുക്ക് കൊടുക്കാവുന്നതാണ്. വൈഫിന്റെ പേര് അവിടെ കൊടുക്കാം. അതിനുശേഷം പങ്കാളിയുടെ എപിക് നമ്പർ അത് ലഭ്യമാണ്. ഭാര്യയുടെ വോട്ടർ ID നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. അതും ലഭ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അവൈലബിലിറ്റി നോക്കിയിട്ട് കൊടുത്താൽ മതി. അത്ര മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് അല്ല, അത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വന്നു കഴിയുന്ന ഏറ്റവും താഴെ ഇടത് ഭാഗത്ത് അവസാന SIR-ന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർ വിശദാംശങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ 2002-ലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്താണ് നമ്മുടെ പേര്, നമ്മുടെ വോട്ടർ ID, പിന്നെ ഒരു ബന്ധുവിന്റെ പേര്, അച്ഛൻ്റെ അമ്മയുടെയോ ഗ്രാൻഡ് മദറിന്റെയോ ഒക്കെ പേര് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ആ പേര് കൊടുത്തിട്ട്, ബന്ധുവിന്റെ പേര് കൊടുത്തിട്ട് തൊട്ട് താഴെ ബന്ധം, എന്താണ് റിലേഷൻ അവരുമായിട്ടുള്ളതെന്ന് കൊടുക്കുക. ഫാദറാണെങ്കിൽ ഫാദറിന് കൊടുക്കുക, മദറാണെങ്കിൽ മദറിന് കൊടുക്കുക. പിന്നെ ജില്ല, അപ്പോൾ എവിടെയാണ് വോട്ട് ചെയ്തത്, നിയമസഭാ മണ്ഡലത്തിന്റെ പേരുണ്ട് താഴെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം, ക്രമ നമ്പർ, ഇതൊക്കെയാണ് ആ കോളത്തിൽ ഫില്ല് ചെയ്യാനുള്ളത്. നമ്മളന്ന് വോട്ട് ചെയ്തിരുന്ന നിയമസഭാ മണ്ഡലം ഏതാണോ അത് കൊടുക്കുക. ഇപ്പോഴുള്ളതാണെങ്കിൽ, ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണെങ്കിൽ അത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അടുത്ത കോളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും താഴെ വലതുഭാഗത്തുള്ളത് SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ വലതുവശത്തുള്ള കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ ബന്ധുവിന്റെ, ആ 2002-ൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവർ സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ അവരുടെ എപിക് നമ്പർ, വോട്ടർ ID നമ്പർ, അവരുമായിട്ടുള്ള ബന്ധം, അവർ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം ഒക്കെ അതിൽ ആണ് കൊടുക്കേണ്ടത്. അതിനാണ് ഈ കോളം ഉള്ളത്. റൈറ്റ് സൈഡ് വലതുഭാഗത്തുള്ള കോളം അതിനാണുള്ളത്. അത് ക്രമമായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ നിങ്ങൾക്ക് കാണാം വോട്ടറുടെ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബാംഗത്തിന്റെ ഒപ്പ്, ഈ സിഗ്നേച്ചർ കൂടെ നമ്മൾ ഒപ്പും കൂടി ഇട്ടാൽ ഈ ഫോം കംപ്ലീറ്റഡ് ആയി. ഇതിനുശേഷം BLOമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇത് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇത് നമ്മുടെ ഈ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.